ഇന്ന് 12 മണിക്ക് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട എംപിമാരോട് കേരള കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് KCBC ഒരഭ്യർത്ഥന വയ്ക്കുകയുണ്ടായി. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണത്. മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് കണ്ണീർ കടലിലാണ്. അവരുടെ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകളിന്മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും ഈ രാജ്യത്തില്ല എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിച്ചേ മതിയാവും. ഈ ഭേദഗതി നമ്മൾ അനുകൂലിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെയാണ് നമ്മൾ ഉയർത്തിക്കാണിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ അന്യായമായ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശങ്ങളല്ല പ്രധാനപ്പെട്ടത്. ഈ നാട്ടിലെ സാധാരണക്കാരന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് പ്രധാനപ്പെട്ടത്. വളരെ പ്രത്യേകിച്ച് ഈ ഭേദഗതി ബില്ലിലെ സെക്ഷൻ 2 ഭേദഗതി ചെയ്താൽ മാത്രമേ മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നത് എംപിമാർ മറക്കരുത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഒരു കാരണവശാലും ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരല്ല. മുസ്ലിം മതസമുദായത്തെ അത്യന്തം ബഹുമാനിക്കുമ്പോഴും അവരുടെ ഒരു അവകാശങ്ങളും അന്യായമായി എടുക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് മെഷീനറിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മുസ്ലിം മതങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ മെഷീനറി നിയമാനുസൃതം വേണം, ഭരണഘടനയ്ക്ക് അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും വകുപ്പുകൾ അതിലുണ്ടെങ്കിൽ അത് മാറ്റിയേ മതിയാവൂ. ഈ ഭേദഗതി ബില്ലിൽ 44 ക്ലോസുകൾ ചേർത്തിട്ടുണ്ട്. വിസ്തരഭയത്താൽ അതെല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലെ 4-5 ക്ലോസുകൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ക്ലോസ് നമ്പർ 10 പേരന്റ് ആക്ടിലെ സെക്ഷൻ 2 JPC ശുപാർശ ചെയ്ത വകുപ്പ് കൂടി അവിടെ ചേർത്തിരിക്കുകയാണ്. മുനമ്പ് പ്രശ്നം മുൻകാല പ്രാബല്യത്തോടെ ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ ഇത് ചെയ്തേ മതിയാവൂ. അതുപോലെ വഖഫ് നിയമത്തിലെ വിഷപ്പല്ലായിരിക്കുന്ന സെക്ഷൻ 40 എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ രാജ്യത്തെ ഏതു വസ്തുവും തട്ടിയെടുത്ത് വഖഫിൻ്റെ സ്വത്താക്കുന്നത് ഈ ഭേദഗതിയിലൂടെ തടയപ്പെടും എന്നത് വസ്തുതയാണ്. പൗരൻ്റെ ഭരണഘടനാപരമായ സ്വത്തവകാശം ഇവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. ഈ നാട്ടിൽ ആരുടെയും സ്വത്ത് ആർക്കും തട്ടിയെടുക്കാനൊന്നും സാധിക്കുകയില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അത് നിയമപരമായി കോടതി വ്യവഹാരത്തിലൂടെ തീർപ്പ് കൽപ്പിച്ചാൽ മാത്രമേ ആർക്കെങ്കിലും ആരുടെയും വസ്തുവിൽ അവകാശം തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ആരുടെയെങ്കിലും സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് അർഹമായ നഷ്ടപരിഹാരം കൊടുത്തിട്ട് വേണം എടുക്കുവാൻ. ഈ 2 കാര്യങ്ങളും വഖഫ് ബോർഡിനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആർട്ടിക്കിൾ 300A പാലിക്കുവാനുള്ള നിയമ ഭേദഗതികൾ ഈ വഖഫ് ബില്ലിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വഖഫ് അതിൽ തന്നെ ഒരു ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമാണ്. അതായത് ഇതിൽ വരുന്ന നിയമങ്ങൾ ശരീഅത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമങ്ങളാണ്. അതെങ്ങനെ ഒരു രാജ്യത്തിലെ എല്ലാ ജനതകളുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും? ഒരു മതത്തിൻ്റെയും മതനിയമങ്ങളല്ല ഈ രാജ്യത്തെ ഭരിക്കേണ്ടത്. ക്രിസ്ത്യാനികൾക്ക് കാനൻ ലോ ഉള്ളതുപോലെ, മുസ്ലിങ്ങൾക്ക് ശരീഅത്തുള്ളതുപോലെ, ഹിന്ദുക്കൾക്ക് അവരുടേതായ മതനിയമങ്ങളുള്ളതുപോലെ അതൊന്നും പൊതുസമൂഹത്തിന് മൊത്തമായി അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഈ ശരീഅത്ത് നിയമങ്ങളല്ല ഭരണഘടനയ്ക്ക് മുകളിൽ വരേണ്ടത്. ഭരണഘടനയാണ് ഈ രാജ്യത്തെ പൗരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ വേണ്ടി റഫർ ചെയ്യപ്പെടേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നവർ, സാധാരണക്കാരായ ആളുകളുടെ സ്വത്ത് അന്യായമായി വഖഫ് ബോർഡ് തട്ടിയെടുക്കാതിരിക്കണമെങ്കിൽ ഈ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട എംപിമാരോട് കത്തോലിക്ക കോൺഗ്രസ്സിന് പറയുവാനുള്ളത്. ഇതൊരു മതത്തെയും അനുകൂലിക്കുന്നതല്ല, ഒരു മതത്തെയും നിരസിക്കുന്നതുമല്ല. സാധാരണ മനുഷ്യൻ്റെ സ്വത്തിന് അവകാശം ലഭിക്കുവാൻ വേണ്ടിയാണ്. മുസ്ലിം മതവിഭാഗത്തിൻ്റെ അവരുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടണം. അതിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. ഈ വഖഫ് ബോർഡിലെ ട്രൈബ്യൂണലിലെ ആളുകളെ തന്നെ നമ്മൾ നോക്കണം. അവിടെ 3 ആളുകളിലുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജഡ്ജിയും ഒരു RDOയും ഒരു മുസ്ലിം പണ്ഡിതനുമാണ്. ഇതിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ജഡ്ജിയുടെ അഭിപ്രായത്തിന് വിരുദ്ധമായി RDOയും മുസ്ലിം പണ്ഡിതനും ഒന്നിച്ചു നിന്നാൽ അതിനാണ് പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കണ്ടില്ല എന്ന് നമ്മൾ നടിക്കരുത്. ഈ രാജ്യത്തിലെ കോടതികൾക്ക് വിലയുണ്ടാകണം. നീതിന്യായ വ്യവസ്ഥിതിക്ക് മുകളിൽ മറ്റൊരു നീതിയും ഇവിടെ ഇല്ല.
അപ്പോൾ നീതിന്യായ വ്യവസ്ഥിതികളിൽ പരിഗണിക്കപ്പെടേണ്ട നിയമങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ അത് ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം പിമാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ എം പിമാരായിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും വേണ്ടിയാണ്. ഈ ബില്ലിനെ അനുകൂലിച്ച് നിങ്ങൾ വോട്ട് ചെയ്യണം.